ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ ഒരു ഗുജറാത്തി സ്കൂൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പോൾ ഇലക്ഷൻ കാർഡ് പുതുക്കലിൻ്റെ ഭാഗമായിട്ട് രാകേഷ് ഏട്ടനൊക്കെ പണ്ട് മേഘാണി നഗർ എന്നുള്ള സ്ഥലത്താണ് താമസിച്ചിരുന്നത് കേട്ടോ, പപ്പയ്ക്കുള്ള കാലത്ത്. അപ്പോൾ 2002 വോട്ട് ചെയ്ത ബൂത്തിൽ വന്ന് നമുക്ക് ഇതാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. എയർപോർട്ട് ഇവിടെ നിന്ന് അടുത്താണ്, അന്ന് ക്രാഷൊക്കെ ഉണ്ടായത് ഇവിടെ അടുത്താണ്. അത് കാരണം പ്ലെയിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു യുദ്ധവിമാനം ഇങ്ങനെ ചെറുതായി പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുറകിലൊരു പ്ലെയിൻ പറന്നു പോകുന്നുണ്ട്, അതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ അപ്പോൾ ഒരു ഗുജറാത്തി സ്കൂളിൽ അങ്ങനെ വരേണ്ട ഒരു ചാൻസ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗുജറാത്തി സ്കൂൾ എങ്ങനെയുണ്ട്, നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂൾ പോലത്തെ ഗവൺമെൻറ് സ്കൂൾ. ഗുജറാത്തി സ്കൂൾ മീൻസ് അതാണ് കേട്ടോ. അപ്പോൾ നല്ല ഇതിലൊക്കെ അവർ ഇതാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നിൽ പിള്ളേർക്ക് പ്ലേ ഏരിയ ഉണ്ട്, അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. പിന്നെ അതെ പിന്നിൽ ഇവിടെ ഗുജറാത്തിലൊക്കെ ഭയങ്കര വിശ്വാസികളാണ്. എൻ്റെ വണ്ടി ഇരിക്കുന്നത് ഗുജറാത്തിലൊക്കെ ഭയങ്കര വിശ്വാസികളാണ്. അപ്പോൾ ആലിൻ്റെ ചോട്ടിൽ ഒരു എന്താ പറയുക പാരാലുണ്ട്, അതിൻ്റെ ചോട്ടിൽ ഒരു ചെറിയ ശിവലിംഗമൊക്കെ വെച്ചിട്ട് പൂജിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഗാർഡൻ ഏരിയ നമുക്ക് കാണിച്ചു തരാം ഞാനൊന്നും എല്ലാവർക്കും കൂടിയിട്ട് ഒന്നും കൂടിയും. കണ്ടില്ലേ, പ്ലേയിങ് ഏരിയ ആണ്. സാധാരണ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പോലെ തന്നെ അത്യാവശ്യം നല്ല ഇതാണ്. ഗവൺമെൻറ് സ്കൂളെന്ന് പേരും ഉള്ളോട്ടാ. നമ്മുടെ നാട്ടിലും അതുപോലൊക്കെ തന്നെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ അവസ്ഥകൾ. കണ്ടില്ലേ, നല്ല ഗവൺമെൻറ് സ്കൂളുകളൊക്കെ നല്ല അടിപൊളിയല്ലേ, അതുപോലെ ഇതും നല്ല അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഗുജറാത്തി സ്കൂൾ മീൻസ് നമ്മുടെ ഗവൺമെൻറ് സ്കൂൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നിൽ കണ്ട ഒരു സ്ഥലം ഇങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പോലെ അല്ല, പിള്ളേർക്ക് ടീച്ചേഴ്സിനൊക്കെ അങ്ങനെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. അതിൻ്റെ അടുത്തേക്ക് ഞാനൊന്ന് പോവാം. കാരണം ഒരു എന്താ പറയുക, നടുവിൽ ഒരു കുട പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുവിൽ ഒരു കസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടീച്ചർ ഇരുന്ന് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ, കണ്ടില്ലേ നടുവിൽ കസാര, മറ്റുള്ള കസാരമ്മലൊക്കെ അങ്ങനെ ഗുജറാത്തിയിൽ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു കുട പോലെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പബ്ലിക് ബാത്റൂമൊക്കെ കണ്ടില്ലേ പുറത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഗാർഡൻ ഏരിയ ഒന്നും കൂടി ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. എല്ലാവരും ഞങ്ങളുടെ ഗുജറാത്തിലെ ഗുജറാത്തി മീഡിയം ഗവൺമെൻറ് സ്കൂൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. വീണ്ടും പ്ലെയിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഫ്രണ്ട്സിന് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. എയർപോർട്ട് ഇവിടെ നിന്ന് തൊട്ടടുത്താണ്, അതാണ് ഈ ശബ്ദത്തിൽ കേൾക്കുന്നത്. ഞങ്ങൾ കൃഷ്ണനഗറിനേക്കാളും കുറച്ചും കൂടി അടുത്താണ് മേഘാണി നഗറിന് കേട്ടോ. 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ആണ്. അപ്പോൾ വൺസ് അഗൈൻ വീഡിയോ ഇഷ്ടപ്പെട്ട താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുവരെയ്ക്ക് തന്ന എല്ലാ സപ്പോർട്ടും ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി. ബൈ.